അവൾ അവനെ കെട്ടിപ്പിടിച്ച് കിസ്സടിച്ചതും അവൻ ഞെട്ടി നിന്നു. എന്നാൽ ഇതെല്ലാം ലൈവായി കണ്ട ഉണ്ണി ബോധം കെട്ട് വീണു. എന്തോ വീഴുന്നത് കേട്ടതും ആരു ശക്തിയിൽ നിന്ന് വിട്ടുമാറി പുറകിലേക്ക് നോക്കി. അയ്യോ ഉണ്ണി, ഡാ എഴുന്നേൽക്ക്. എൻ്റെ ഈശ്വര, ചെക്കന് ബോധമില്ലല്ലോ. അമ്മേ, ആരു അലറി വിളിച്ചതും അമ്മ ഓടി വന്നു. എന്താ മോളെ, എന്തു പറ്റി? ഉണ്ണി, അയ്യോ ഉണ്ണി, മോളെ കുറച്ച് വെള്ളം എടുക്ക്. ഡോ ചൂടാ, നോക്കി നിൽക്കാതെ ആ വെള്ളം എടുക്ക്. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി വെള്ളം എടുത്തു കൊടുത്തതും അത് മുഴുവൻ അവൾ ഉണ്ണിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. മോനെ, എന്തു പറ്റി? ഒരു ലൈവ് ഷോ കണ്ട് ബോധം കെട്ട് വീണതാ അമ്മേ. എൻ്റെ ഈശ്വര, ഉണ്ണി ഞാൻ ചൂടനെ കിസ് ചെയ്തത് കണ്ടോ? നാണം കെട്ടു. ഡാ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല അമ്മേ, ഞാൻ റൂമിലേക്ക് പോട്ടെ. ഇവനിത് എന്തു പറ്റി? എനിക്കും അറിയില്ല അമ്മേ. അമ്മ പിന്നെ താഴേക്ക് പോയതും ആരു ശക്തിയെ നോക്കി. എന്താ കോളേജിലേക്ക് പോകുന്നില്ല സർ? നീ ഇപ്പം എന്താ ചെയ്തത്? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. നിന്നെ അധിക ദിവസം ഈ വീട്ടിൽ ഞാൻ നിർത്തില്ല. കാണാം. അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയത് ഉണ്ണി ആരുവിൻ്റെ മുൻപിൽ വന്ന് നിന്നു. എന്താ ഉണ്ണി, നേരത്തെ ഞാൻ കണ്ടതിൻ്റെ അർത്ഥം? അതിന് നീ എന്ത് കണ്ടു? നീ കിസ്സടിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ തോന്നി, ചെയ്തു. പിന്നെ അങ്ങേരെൻ്റെ ബന്ധു അല്ലേ, അപ്പോൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഭാര്യമാർ കിസ്സൊക്കെ കൊടുക്കില്ലേ, അതേ ഞാനും ചെയ്തുള്ളൂ. എന്നാലും ഒരെന്നാലും ഇല്ല, നീ പോവാൻ നോക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇതും പറഞ്ഞ് ആരു വാതിലടച്ച് ശ്വാസം വിട്ടു. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് കണ്ട അങ്ങേരെ കിസ് ചെയ്തത്? മോശമായി പോയി. ഉണ്ണിനി അവരോടിത് പറയൂ? പറഞ്ഞു തീർന്ന് അവൾ പിന്നെ ഓരോന്ന് ആലോചിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ സമയം ശക്തി നേരെ പോയത് നീരവിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഡാ ശക്തി, നീ എന്താ രാവിലെ എൻ്റെ വീട്ടിൽ? അല്ല, ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മാറി നിൽക്കടാ, ഇവനിത് എന്തു പറ്റി? അവൻ നേരെ നീരവിൻ്റെ റൂമിൽ ചെന്നതും നീരവ് കുറച്ചു നേരം ആലോചിച്ച് നിന്ന് ശക്തിയുടെ ബാക്കിൽ പോയി. എൻ്റെ ഈശ്വര, എൻ്റെ റൂം. ഡോ ദുഷ്ട, എന്താ ഈ ചെയ്യുന്നത്? നീരവ്, ഞാൻ ദേഷ്യത്തിൽ നിൽക്കുക. നീ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തോ, പക്ഷെ എൻ്റെ റൂമിലേക്കെല്ലാം വാരി വലിച്ചിടരുത്. ഇനി ഒന്നുമില്ല വാരിയിടാൻ. പൊട്ടി, ഇതിനാണോ ഇവൻ രാവിലെ തന്നെ വന്നത്? ഇനി റൂം ആര് വൃത്തിയാക്കും? നീ തന്നെ. അല്ല, എന്തുണ്ടായത്? അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അതിനുള്ള പണി ഞാൻ തുടങ്ങി. ശക്തി ഇതും പറഞ്ഞ് ദേഷ്യത്തിൽ പോയതും നീരവ് എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ തന്നെ ഒരു നിമിഷം നിന്നു. ആരു? ചെപ്പു, നീ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നുള്ളൂ, കൂടെ വിധുവുമുണ്ട്. ആണോ? വിധുവും ചെപ്പൻ്റെ അടുത്തേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടി, സീക്രട്ടാണോ? ആടി, വേറെ ആരും കേൾക്കണ്ട. ചെപ്പുവും വിധുവും അവളുടെ അടുത്തേക്ക് വന്നതും അവൾ രണ്ടെണ്ണത്തിൻ്റെയും നടുപ്പുറം നോക്കി നല്ലത് കൊടുത്തു. അയ്യോ അമ്മേ. അമ്മയെ വിളിച്ച് കരയ്. നിനക്കെന്താടി, ഭ്രാന്തായോ? ഇന്നലെ നിങ്ങൾ എനിക്ക് തന്ന പണി ഇതല്ലേ തരേണ്ടത്? ഞങ്ങൾ എന്തു പണി തന്നു? പൗഡറിൻ്റെ കാര്യം മക്കൾ മറന്നോ? അത് ശക്തി സാറിനുള്ള പണിയായിരുന്നു, പക്ഷെ പണി ചെറുതായി പാളി, നിനക്കും കിട്ടി. നിങ്ങൾക്കെനിക്കൊരു സൂചന തരായിരുന്നില്ലേ? അല്ല, ശക്തി സാർ എവിടെ? കോളേജിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. സാറ് ലീവാണെന്നാണ് പറഞ്ഞത്. കോളേജിൽ പോവാന്ന് പറഞ്ഞിറങ്ങിയത്, പിന്നെ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. അല്ല, ഉണ്ണി എവിടെ? ഞാനിവിടെ ഉണ്ട്. നിൻ്റെ ആക്ടിങ് സൂപ്പറായിരുന്നു. നിനക്ക് മനസ്സിലായിരുന്നോ? അപ്പോൾ പിന്നെ ഇവൻ ബോധം കെട്ട് വീണപ്പോൾ ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത്, അവൻ്റെ ഒരു ആക്ടിങ്. പിന്നെ നിൻ്റെ ആക്ടിങ് ചൂടൻ മനസ്സിലാവാതിരുന്ന ഞാനും കൂട്ടു നിന്നത്. ഏട്ടനെന്നെ കണ്ടിരുന്നു, പിന്നെ ഇന്നലത്തെ ബാക്കി അപ്പോൾ കിട്ടുമോ എന്ന് പേടിച്ച് ബോധം കെട്ടത്, അല്ലാതെ കിസ് സീൻ കണ്ടിട്ടല്ല. കിസ്സോ? ആര്? ആർക്ക് കൊടുത്തു? ഞാനറിയാതെ. ഇവളെൻ്റെ ഏട്ടന്. നീ അങ്ങേരെ കയറി പീഡിപ്പിക്കാൻ നോക്കിയോ? സത്യം പറ. അത് ഞാൻ അറിയാതെ കിസ്സൊക്കെ കൊടുക്കുമോ? ആദ്യമായി കേൾക്കുക. മക്കളെ, നിങ്ങളെന്ത് ചെയ്യുക? കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പ്. ആരുവിധം പറഞ്ഞ് താഴേക്കൊഴിയതും ബാക്കിയുള്ളവരും പുറകെ വിട്ടു. പിന്നെ ആരുവിൻ്റെ തീറ്റ കണ്ടതും ചെപ്പു അവളെ അന്തം വിട്ട് നോക്കിയിരുന്നു. ഡി ആരു, എന്താ? ഡീസൻ്റായി കഴിക്ക്. എനിക്കിങ്ങനെ കഴിക്കാനറിയൂ. കഷ്ടം. ഡി, നീ എപ്പോഴാണ് എഴുന്നേൽക്കുക? 8 മണി. നിൻ്റെ വിവാഹം കഴിഞ്ഞു, അത് ഓർമ്മയുണ്ടോ? അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡി, ഇനി മുതൽ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചോ. ഒരു 5 മണിക്ക് നീ എഴുന്നേറ്റോ. നമ്മളങ്ങനെ എഴുന്നേറ്റ് ആ സമയത്ത് തന്നെ പിന്നെ അങ്ങോട്ട് എഴുന്നേൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല. എന്താ മോളെ ഇവിടെ ഒരു സംസാരം? അമ്മേ, ആരു പറയായിരുന്നു നാളെ മുതൽ 8 മണിക്ക് എഴുന്നേൽക്കാതെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന്. ശാപം പണി തന്നു. ആര്? ഇവളോ? അമ്മയുടെ മരുമകൾ തന്നെ. എൻ്റെ ചെപ്പുമോളെ ഉറക്കത്തിൽ ആന കുത്തിയാൽ പോലും എഴുന്നേൽക്കില്ല.
ഇവള് പിന്നെ 8 മണിക്ക് ഒരു വിധത്തിലാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മോൾ 8 മണിക്ക് തന്നെ എഴുന്നേറ്റാൽ മതി, അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ചെല്ലുന്ന ഞങ്ങളെ ഇവൾ ഇടിച്ചു കൊല്ലും. എന്തായാലും നീ രക്ഷപ്പെട്ടു ആരു. നല്ല അമ്മായിയമ്മയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഭർത്താവിൻ്റെ കാലനാവാൻ സാധ്യതയുണ്ട്. പിന്നെ സമയം പോയതും അവർ യാത്ര പറഞ്ഞിറങ്ങി. ആരു TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശക്തി കയറി വന്നത്. ഡി എന്താടാ, പോയി ചായ ഇട്ടോണ്ട് വാ. കയ്യില്ലേ, അപ്പോൾ പോയി ഉണ്ടാക്കി കുടിക്കടോ. നീ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവാ. അതുപോലെ താൻ എൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് പോയി ഉണ്ടാക്കടോ, കൂടെ എനിക്കും. നീ ചായ ഉണ്ടാക്കുന്നോ അതോ നിൻ്റെ അമ്മയെ വിളിക്കണോ? ആൻറ്റി പുറത്തുണ്ട്. ഉണ്ടാക്കി തരാം. തരാടാ, ചൂടാ, നല്ല ചായ തന്നെ ഉണ്ടാക്കി തരാം. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നതും ശക്തി അവളുടെ ബാക്കിൽ പോയി. പിന്നെ അവൾ ചായ ഉണ്ടാക്കി അതിൽ വിമ്മും കലക്കി. ഇതെല്ലാം ശക്തി കണ്ട് ദേഷ്യത്തിൽ മുകളിലേക്ക് നടന്നു. ആരു ശക്തി പുറത്തുണ്ടോ എന്ന് നോക്കിയ ശേഷം ചായ ഗ്ലാസ്സിൽ ഒഴിച്ച് റൂമിലേക്ക് നടന്നു. ദാ ചായ. എനിക്കിപ്പോൾ വേണ്ട, നീ കുടിച്ചോ. വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ വേണമെന്ന് തോന്നി, ഇപ്പോൾ വേണ്ട എന്ന് തോന്നി. അപ്പോൾ ഇതെന്ത് ചെയ്യും? നീ കുടിച്ചോ. എനിക്ക് വേണ്ട. നീ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. ഇത് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അവളെ കൊണ്ട് കുടിപ്പിച്ച് ദേഷ്യത്തിൽ അവളെ നോക്കി. വിമ്മിട്ട പാൽ ചായ എങ്ങനെയുണ്ട് മോളെ? ഈ ചൂട് ഞാൻ വിമ്മ് കലക്കിയത് കണ്ടിരുന്നു. എൻ്റെ ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? വയറിൽ എന്തൊക്കെയോ പോലെ ആരു ശക്തിയെ നോക്കി വാഷ്റൂമിൽ കയറിയതും ശക്തി പുച്ഛച്ചിരിയോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആരു ഓരോ പ്രാവശ്യം കയറിയിറങ്ങി ബെഡിൽ വന്നിരുന്നതും ശക്തി അവൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. എന്താ, റെസ്റ്റിലാണോ തമ്പുരാട്ടി? ചായ 1.5 പണിയാണല്ലോ തന്നത്. ഡേ, ഞാൻ വയ്യാതിരിക്കൊന്നും മിണ്ടാതിരിക്കോ? ഹോസ്പിറ്റൽ പോകണോ? ഒന്ന് കൊണ്ടുപോ. എൻ്റെ പട്ടി കൊണ്ടുപോകും. അനുഭവിച്ചോ, നീ തന്നെ വരുത്തി വെച്ചതല്ലേ. നിങ്ങളെത്തൊരു ദുഷ്ടനാ. ഭാര്യ വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഭാര്യയായി ഞാൻ നിന്നെ കാണുന്നില്ല, നിത മാത്രം എൻ്റെ മനസ്സിൽ. എന്നെൻ്റെ മനസ്സിൽ മഹേശ്വരനേ ഉള്ളൂ. ആരാ മഹേഷ്? നിത ചേച്ചിയെ കൊണ്ടുപോയ ചേട്ടൻ. നിങ്ങൾക്കറിയോ മനുഷ്യ, അങ്ങേരത് ഗ്ലാമറാന്ന്. ഒന്ന് കണ്ട കണ്ണെടുക്കാൻ തോന്നില്ല. നിങ്ങളൊക്കെ എന്ത്, ആളുടെ അടുത്ത് പോലും എത്തില്ല. എനിക്ക് ഈ കുരങ്ങനെയാണല്ലോ എൻ്റെ ഈശ്വര വിധിച്ചത്. പിന്നെ നിങ്ങൾ നിത ചേച്ചിനെ കെട്ടാൻ വല്ല പ്ലാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെനിക്ക് മഹേശ്വരന് സെറ്റാക്കി തരണേ. എന്നിട്ട് വേണം അങ്ങയുടെ 10 കുട്ടികളെ പ്രസവിക്കാൻ. ഇതും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് കയറിയതും ശക്തി ദേഷ്യത്തിൽ പല്ല് കടിച്ചു നിന്നു. ശക്തി, ആരുമോളെവിടെ? ഇതിൻ്റെ ഉള്ളിൽ പെറ്റി കിടക്കുന്നുണ്ട്. കയറുക ഇറങ്ങുക, ഇത് തന്നെയാ പണി. എന്നാലും മോൾക്ക് എന്താവോ പെട്ടെന്ന് ഇങ്ങനെ വന്നത്? വീട്ടിലെ ഫുഡല്ലേ അവൾ കഴിച്ചത്. അമ്മേ, ആരു ഹോസ്പിറ്റൽ പോകണോ? വയ്യമ്മേ. ശക്തി, മോളെ എടുത്തുകൊണ്ട് വാ, ഹോസ്പിറ്റൽ പോവാം. ഇപ്പം തന്നെ മോള് നന്നായി ക്ഷീണിച്ചു. ക്ഷീണം കുറച്ച് കഴിഞ്ഞാൽ മാറും. നിന്നോട് അവളെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. ഞാൻ ഡ്രസ്സ് മാറ്റി ഇപ്പോൾ വരാം. ശക്തിയുടെ അമ്മ പോയതും ആരു കൈവിരിച്ചു നിന്നു. ചൂട്, എന്നെ വേഗം എടുത്തോ, നമുക്ക് ഹോസ്പിറ്റൽ പോവണ്ടേ. തന്നെത്താൻ അങ്ങോട്ട് നടന്നു പോയാൽ മതി. അത്രക്കായോ? അമ്മേ, എനിക്ക് നടക്കാൻ വയ്യ. ശക്തിയേട്ടൻ എന്നെ എടുത്ത് നടക്കില്ലെന്ന് പറയുന്നത്. ഏട്ടൻ എന്നെ എടുക്കാൻ നാണമാണെന്ന്. ടി പെണ്ണെ, ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? പറയാതെ കാര്യങ്ങൾ പറയുന്നതാണ് എൻ്റെ ഹോബി. എന്നാലേ കയറി പീഡിപ്പിച്ചു എന്ന് കൂടെ പറഞ്ഞു. അതിനെന്താ ഇപ്പോൾ പറയാം? അയ്യോ, എന്നെ ശക്തിയേട്ടൻ കയറിപ്പി. മിണ്ടാതിരുന്നോ, ഞാൻ താഴേക്ക് കൊണ്ടുപോകാം. അവൻ അവളുടെ വായിൽ നിന്ന് കൈയെടുത്ത് മാറ്റിയതും അവൾ അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. എന്നാ എടുത്തോ ചൂടാ. അവൻ അവളെ ദേഷ്യത്തിലെടുത്തതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം താഴേക്ക് നടന്നു. ഹോസ്പിറ്റലെത്തിയതും ആരുവിന് ഡോക്ടർ കാണിച്ചൊരു ദിവസം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞതും ശക്തി വീട്ടിലേക്ക് പോവാൻ ഇറങ്ങാൻ നിന്നു. അമ്മേ, ഞാനെന്നാ പോവുക. നീ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഒരാൾക്കെല്ലാം നിൽക്കാൻ പറ്റൂ. അതെ, അതുകൊണ്ട് ഞാൻ പോകുന്നു. ആരുമോളിനൊപ്പം നീ നിൽക്കും. അതെനിക്കിഷ്ടപ്പെട്ടു. ആരുമോളെ, എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല അമ്മേ. അമ്മ എന്നാ പൊക്കോ, ഏട്ടനിവിടെ ഉണ്ടാവും. എനിക്കൊരു കുറവും വരുത്തില്ല, അല്ലേ ശക്തിയേട്ടാ? മോനെ, എന്നമ്മ പോവുക, നാളെ വരാം. ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് വന്നോണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. എന്ന് ശരി മോളെ, പോട്ടെ. ശരി അമ്മേ. പിന്നെ അച്ഛനോട് മരുന്ന് കൃത്യസമയത്ത് കഴിക്കാൻ പറയണം. ചെറിയ മടിയുണ്ട് അച്ഛന്. ഞാൻ കഴിപ്പിച്ചുകൊണ്ട് കാന്താരി. ഇതും പറഞ്ഞ് അമ്മ പോയതും ആരു ശക്തിയെ നോക്കി. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ ചൂടാ? നീ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ അങ്ങനെ വായിക്ക് സിബിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഡീ ഡോ, എന്താ ഇവിടെ രണ്ടാളും തല്ലുണ്ടാക്കുന്നോ? ഞങ്ങൾ വെറുതെ. ദാ ഒരു ഇഞ്ചക്ഷനുണ്ട്. ഇഞ്ചക്ഷനോ? വേണ്ട, പേടിയാ.
അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എടുത്തേ പറ്റൂ. എന്നാൽ കയ്യിൽ ഒഴിച്ചു തന്നു. സർ, ഈ കുട്ടിയെ ഒന്ന് പിടിക്കോ? അതിനെന്താ? ആരുമോളെ അടങ്ങിയിരുന്നേ. കാലൻ എന്തോ സ്നേഹം ഇപ്പോൾ. സിസ്റ്റർ എടുത്തോ. അയ്യോ വേണ്ട, എന്നെ ഇത് കൊല്ലാൻ പോകുന്ന നാട്ടുകാരെ, ഓടി വരണേ. ആരു അലറി വിളിച്ചതും ശക്തി അവളെ ചുറ്റിപ്പിടിച്ചു. ഈ സമയം കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. പെട്ടെന്ന് അവൾ മയങ്ങിയതും ശക്തി സിസ്റ്ററെ നോക്കി. പേടിച്ച് മയങ്ങിയതാണ്, പിന്നെ ഡോസ് കൂടുതലാണ്, അതുകൊണ്ട് ഉറക്കം വരും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി സിസ്റ്റർ. സിസ്റ്റർ ഇറങ്ങിയതും റൂമിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെയെല്ലാം ശക്തി നോക്കി. എന്താ? ഒരു കുട്ടി രക്ഷിക്കണേ എന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നില്ലേ? ഈ റൂമിൽ നിന്നാണോ? അതൊരു ഭ്രാന്തിപ്പെണ്ണ് വിളിച്ചു കൂവിയതാ. എന്നിട്ട് ആ കുട്ടി എവിടെ? ദാ മയങ്ങി കിടക്കുന്നു. കണ്ടാൽ വട്ടാണെന്ന് പറയില്ല, പാവം കുട്ടി. ഇതും പറഞ്ഞവരെല്ലാവരും പോയതും ശക്തി വാതിലടച്ച് അവളുടെ അരികിലേക്ക് വന്നു. പെണ്ണിനെ കാണാൻ കൊള്ളാം, പക്ഷെ കയ്യിലിരിപ്പ് മഹാമോശമാണ്. ഇവളെ തളക്കാൻ ഞാൻ തന്നെ ധാരാളം. പാവം, നന്നായി ക്ഷീണിച്ചു. ഇവളോട് എനിക്ക് ഇഷ്ടമുണ്ടോ? അറിയില്ല, പക്ഷേ ഇഷ്ടമാണ് ഈ പോക്കിരി പെണ്ണിനോട്. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് കാതിൽ പറഞ്ഞതും അവൾ മുഖം തിരിച്ചു. പിറ്റേന്ന് രാവിലെ ആരും എഴുന്നേറ്റതും അവളുടെ ശ്രദ്ധ പോയത് ബസ് സ്റ്റാൻഡർ ബെഡിൽ കിടക്കുന്ന ശക്തിയിലേക്കാണ്. അത് ശരി, മോൻ എനിക്ക് ഇന്നലെ പണി തന്ന് സുഖമായി ഉറങ്ങുമല്ലേ? ഇപ്പോൾ ഉറക്കി തരാം. ആര് വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റതും വാഷ്റൂമിൽ കയറി വെള്ളം കൊണ്ടുവന്നു. പിന്നെ ശക്തിയുടെ മേത്തേക്ക് ഒഴിച്ചു. പെട്ടെന്ന് വെള്ളം വന്ന് വീണതും ശക്തി ചാടി എഴുന്നേറ്റു. എന്താടി പൊന്ന മോളെ, രാവിലെ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അങ്ങനെ എനിക്ക് പണി തന്ന് താൻ സുഖമായി കിടക്കണ്ട. നിനക്ക് 2 തല്ല് കിട്ടാത്ത കുറവുണ്ട്, അത് ഞാൻ മാറ്റിപ്പോൾ തരാം. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നാൽ തല്ലടാ. അവൻ അവളുടെ അടുത്തേക്ക് മീശ പിരിച്ച് നടന്നതും അവൾ ബാക്കിലേക്ക് നടന്നു. എൻ്റെ ഈശ്വര, ഈ ചൂടനെന്താ ഇങ്ങനെ വരുന്നത്? ഹാർട്ട് DJ കളിക്കാൻ തുടങ്ങി. ഒന്ന് അടങ്ങിയിരിക്കുക ഹാർട്ടേ. ഡോ അവിടെ നിൽക്കടോ, ഇതെങ്ങോട്ടാ വരുന്നത്? നോട്ടം ശരിയല്ല, എങ്ങനെ രക്ഷപ്പെടും എൻ്റെ ഈശ്വര? നടന്നു നിന്ന് ചുമര് വരെ എത്തിയോ? ഇനി എങ്ങോട്ട് പോകും? ശക്തി അവൾക്ക് മുൻപിൽ എത്തി നിന്നതും അവൾ കണ്ണടച്ചു നിന്നു. പെട്ടെന്ന് അവളുടെ കവിളിൽ അവൻ അടിച്ചതും അവൾ എരിവൊലിച്ച് കണ്ണു തുറന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. ഡോ ചൂടാ, താൻ എന്താ ചെയ്തത്? അന്ന് റൂമിൽ വെച്ച് നീ തന്നത് ഓർക്കുന്നുണ്ടോ? അതിന് പകരം ഇതെന്ന് കൂട്ടിക്കോ. ഞാൻ കിസ്സല്ലേ തന്നത്? അപ്പം നിനക്കത് തിരിച്ചു വേണോ? എന്നാൽ ഇപ്പം തന്നെ തരാം. ഈ ചൂടന് എന്തു പറ്റി? എന്തോ തകരാറ് പോലെ. ആരും മനസ്സിലോർത്തു. ഡി, എന്താലോചിച്ച് നിൽക്കുക? ഇങ്ങ വാ. എന്തിനാ? കിസ് തിരിച്ചു വേണ്ടേ? ഏയ്, എനിക്ക് വേണ്ട, ഇയാൾ തന്നെ വെച്ചോ. അങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് ശീലയില്ല. ദേ അവിടെ നിന്നേ. എന്തു പറ്റി പുലിക്കുട്ടി? പൂച്ചക്കുട്ടി ആയോ? പെട്ടെന്ന് ആവേണ്ടി വന്നു. എന്നാൽ പൊയ്ക്കോട്ടെ. എങ്ങോട്ട്? അത് വാഷ്റൂമിലേക്ക്. പൊയ്ക്കോ, അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ തിരിഞ്ഞു നോക്കി നടന്ന് ടേബിൾ തട്ടി വീഴാൻ പോയി. നിനക്കെന്താ, നോക്കി നടന്നൂടെ? ചൂടിൻ്റെ തലയിലെ വല്ലം ഞെട്ടുപോയോ? ആ, കുറച്ചു മുൻപ് പോയി. എനിക്കും തോന്നി. എന്നാലും കുളിച്ച് വേഗം വാടി, പോവാനുള്ളതാ. ദേഷ്യം ഇങ്ങേറെ അന്യം തന്നെ. ആരോ വാഷ്റൂമിൽ കയറിയതും ശക്തി ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. ആരോ കുളിച്ചിറങ്ങിയതും കാണുന്നത് റൂമിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെയാണ്. ആരാ? ആ, മോനോ? ശക്തിയേട്ടൻ പുറത്തു പോയിന്ന് തോന്നുന്നു. മോളിവിടെ ഒറ്റക്കാക്കിയോ? ദാ വരുന്നു. നിങ്ങളെന്താ ഇവിടെ? മോനെ, ഇതാ ഇത് ഒരു ഡോക്ടറുടെ നമ്പറാണ്. മോളിയാളെ പോയി കാണിച്ചോ. പെട്ടെന്ന് അസുഖം മോളുടെ മാറിക്കിട്ടും. എൻ്റെ ഏട്ടൻ്റെ മോനും മോളുടെ അസുഖം തന്നെയായിരുന്നു. ലൂസ് മോഷനായ ഡോക്ടറെ എന്തിനാ മാറ്റി കാണിക്കുന്നത്? ആരും മനസ്സിലോർത്തു. നിങ്ങൾ ഏത് ഡോക്ടറെ കാര്യമാണ് പറയുന്നത്? മോന് പറഞ്ഞില്ലേ മോൾക്ക് ഭ്രാന്തുള്ളത്? ഇയാൾക്ക് മോളോ? ഞാൻ അറിയാതെയോ? എൻ്റെ ഈശ്വര, ഇവരെന്നെ നോക്കിയാണല്ലോ പറയുന്നത്. അപ്പോൾ ആ മോള് ഈ ഞാനാണോ? എടോ പുറത്തു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആരു ശക്തിയെ നോക്കിയതും അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ശരി, ഞാൻ ഇവളെ ആ ഡോക്ടറെ വൈകാതെ കാണിച്ചുകൊണ്ട്. എന്നാൽ ഞങ്ങൾ പോവാ. കണ്ടാ പറയില്ല മോൾക്ക് ഭ്രാന്തുണ്ടെന്ന്. ഇതേ തള്ളേ, ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഈ പെണ്ണിനെ ഭ്രാന്തിളകിയെന്ന് തോന്നുന്നു, ആ സ്ത്രീ പറഞ്ഞു. ഭ്രാന്ത് നിങ്ങളുടെ മോനാണ് തള്ളേ, ഇറങ്ങിപ്പോക്കോ. ഈ പെണ്ണിനെ പിടിച്ച ചങ്ങലക്കിട്. ഇതും പറഞ്ഞവർ പോയതും ആരു ശക്തിയെ ദേഷ്യത്തിൽ നോക്കി. പെട്ടെന്നാണ് ആരു അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചത്. അവനാണെങ്കിൽ അവളുടെ വീർപ്പിച്ച കവിളിൽ കടിച്ചു. ഈ സമയം ആരു അകത്തേക്ക് കയറി വന്നതും ആരുവിൻ്റെ കണ്ണ് തിളങ്ങി. ശക്തി അവളുടെ കണ്ണുകൾ തിളങ്ങിയത് കണ്ട് ദേഷ്യത്തിൽ അവളുടെ കാൽ ചവിട്ടി നിന്നു. ആരു വേദന എടുത്തു നിന്നെങ്കിലും അവൾ അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റിയില്ല. ശക്തി അതുകൂടെ കണ്ടതും ഒന്നുകൂടെ നന്നായി ചവിട്ടി നിന്നു.